ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമുക്ക് രാവിലെ ഒരു ഓർഡറുണ്ട് റെസ്റ്റോറൻറ്റിൽ. വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അവിടെ നമ്മുടെ കസ്റ്റമേഴ്സായിട്ടുള്ള 2 വ്യക്തികൾ, അവിടുത്തെ അമ്മ നമുക്കാണ് ഓർഡർ തന്നേക്കുന്നത്. അവർക്കുള്ള മസാല ദോശയും വടയും മറ്റ് കാര്യങ്ങളുമാണ് ഇന്നത്തെ അത് കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഇപ്പോൾ ഉള്ളത് കാർമൽ വൃദ്ധസദനം ആരനാട്ടാണ്. നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അത് ഇവിടെ കൊടുക്കാൻ തയ്യാറായത് ഈ 2 വലിയ മനസ്സുകളാണ്. കണ്ടല്ലോ, അവർ റിപ്പബ്ലിക് ദിനമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്തത് ഇവരാണ്. ഞങ്ങളാണ് ആ ഫുഡ് ഇവിടെ എത്തിച്ചു കൊടുത്തത്. അപ്പോൾ ഇവരെ പോലുള്ള നല്ല മനസ്സുകൾ ഈ വൃദ്ധസദനത്തിൽ എത്തിക്കുന്ന ആഹാരമാണ് ഇവർക്ക് ഇവിടുത്തെ അന്നം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ആഹാരം എത്തിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരത്തെ ബുക്ക് ചെയ്യേണ്ടതാണ്. 10-20ഓളം അമ്മമാരിവിടെ താമസമുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും 3 നേരം ആഹാരം ഒരു നേരമെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലൊരു പ്രവൃത്തിയായിരിക്കും. അപ്പോൾ ഇവരെ ഞാൻ പരിചയപ്പെടുത്താം. ജീന. എവിടെ താമസം? ധനോച്ചപുരം. ശരി. ഇല്ലല്ലോ, അതല്ല പറയും പേര്. നമ്മളെ കസ്റ്റമറാണ്, റെഗുലർ കടയിൽ. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അത് അവിടെ സ്പോൺസർ ചെയ്യാൻ കാണിച്ച വ്യക്തികൾ അവർ ഒരു പ്രൈവറ്റ് ബാങ്കിങ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ജെറി ഫിനാൻസ് എന്നാണ് ആ പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ പേര്. അതിൻ്റെ ഓണറിന് പ്രത്യേകം നന്ദിയുണ്ട്. അദ്ദേഹം ഇന്ന് അവരുടെ 6 പേരടങ്ങുന്ന സംഘത്തിന് ഇന്നൊരു ടൂർ പാക്കേജ്, അവരുടെ എന്തോ ടാർഗറ്റ് ഇതായതുകൊണ്ട് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഒരു ടൂറാണ് അവർക്ക് ഇന്ന് നിർദ്ദേശിച്ചത്. പക്ഷേ അവർ ആ ടൂറ് വളരെ ചെറിയ രീതിയിൽ ലഘൂകരിച്ചിട്ട് അതിൽ നിന്ന് മിച്ചം പിടിച്ച പൈസ കൊണ്ടാണ് അവർ ഇന്ന് അവിടെ രാവിലെ ഒരു നേരത്തെ ആഹാരം എത്തിച്ചത്. അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം ദൂരെ എവിടെയെങ്കിലും പോയി ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. അവർ കിട്ടിയ പൈസയിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ച് രാവിലെ അമ്മമാർക്ക് ആഹാരം കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് അവർ ബസ്സിൽ ട്രിവാൻഡ്രം ചില സ്ഥലങ്ങൾ പോയി ഫാമിലിയായിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന മാക്സിമം ഡിസ്കൗണ്ട് ഞാനും കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.